തെരഞ്ഞെടുപ്പിന്റെ ആവേശം ജനങ്ങളിലേക്ക് പകരാൻ കെഎസ്ആർടിസിയുടെ ഡബിൾ ഡെക്കർ ബസ് മൂന്നാറിലെത്തി. ഇടുക്കിയിൽ ആദ്യമായെത്തിയ ഡബിൾ ഡെക്കർ ബസ് വിനോദസഞ്ചാരികൾക്കും തദ്ദേശീയർക്കും കൗതുക കാഴ്ചയായി. പഴയ മൂന്നാറിലെ കണ്ണൻദേവൻ ഹിൽസ് പ്ലാന്റേഷൻ മൈതാനത്ത് ജില്ലാ കളക്ടർ ഷീബ ജോർജ് ബസ് ഫ്ളാഗ് ഓഫ് ചെയ്തു. സ്വീപിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന ടസ്കർ ഷീൽഡിനു വേണ്ടിയുള്ള സൗഹൃദ ഫുട്ബോൾ മത്സരത്തിന് മുന്നോടിയായാണ് ഡബിൾ ഡെക്കർ ബസ് മൂന്നാറിൽ ജില്ലാ കളക്ടർ ഫ്ളാഗ് ഓഫ് ചെയ്തത്. ഓരോ തിരഞ്ഞെടുപ്പിലും സമ്മതിദാനാവകാശം വിനിയോഗിക്കേണ്ടതിന്റെ ആവശ്യകതയും പ്രാധാന്യവും വോട്ടർമാരെ ഓർമ്മിപ്പിക്കുകയെന്ന ലക്ഷ്യത്തോടെയാണ് കെഎസ്ആർടിസിയുടെ ഡബിൾ ഡെക്കർ ബസ് മൂന്നാറിലെത്തിച്ചിട്ടുള്ളത്. മൂന്നാറിൽ നിന്നും ആനയിറങ്കൽ വരെയാണ് ബസ് സർവീസ് നടത്തുക. ദിവസേന 3 സർവീസ് ഉണ്ടായിരിക്കും. മൂന്നാർ കെഎസ്ആർടിസി ഡിപ്പോയിൽ നിന്നും ആരംഭിച്ച് സിഗ്നൽ പോയിന്റ്, ചൊക്രാമുടി, ആനയിറങ്കൽ, ബൊട്ടാണിക്കൽ ഗാർഡൻ എന്നിവിടങ്ങളിലൂടെ സർവീസ് നടത്തി തിരികെ ഡിപ്പോയിലെത്തും. രാവിലെ 9 മുതൽ 11 വരെ, ഉച്ചയ്ക്ക് 1 മണി മുതൽ 3 മണി വരെ, വൈകുന്നേരം 4 മണി മുതൽ 6 മണി വരെ എന്നിങ്ങനെയാണ് 3 സർവീസുകൾ. ബസിന്റെ 2 നിലകളിൽ ഓരോന്നിലും 25 വീതം ആകെ 50 പേർക്ക് യാത്ര ചെയ്യാനാവും. സൗജന്യ നിരക്കിൽ യാത്രയെങ്കിലും പാസ് മുഖേന നിയന്ത്രിച്ചിട്ടുണ്ട്. മൂന്നാറിലെ DTPC കൗണ്ടറിൽ നിന്ന് പൊതുജനങ്ങൾക്ക് സൗജന്യമായി പാസ് ലഭിക്കും. ബസ് പുറപ്പെടുന്നതിന് 1 മണിക്കൂർ മുമ്പ് പാസ് നൽകി തുടങ്ങും. ബസിൽ പോലീസ് സുരക്ഷ ഉറപ്പാക്കിയിട്ടുണ്ട്. വരുന്ന ചൊവ്വാഴ്ച വരെ ബസ് സർവീസ് ഉണ്ടാകും. ബസിന്റെ ഫ്ളാഗ് ഓഫ് ചടങ്ങിൽ ജില്ലാ പോലീസ് മേധാവി TK വിഷ്ണു പ്രദീപ്, സബ് കളക്ടർമാരായ ഡോക്ടർ അരുണസ് നായർ, VM ജയകുമാർ, പ്രശസ്ത ഫുട്ബോളർ IM വിജയൻ, കണ്ണൻദേവൻ ഹിൽസ് പ്ലാന്റേഷൻസ് പ്രസിഡന്റ് മോഹൻ C വർഗീസ് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, മൂന്നാർ.